എന്തുകൊണ്ടാണ് ലോകം ഇത്രമേൽ ആണവോർജ്ജത്തെ പേടിക്കുന്നത്? മുകളിൽ നിന്ന് വീണുപൊട്ടി ഹിരോഷിമയെയും നാഗസാക്കിയെയും തുടച്ചു നീക്കിയ തരം മഹാശക്തിയെ ഉള്ളിലൊളിപ്പിക്കുന്നു ഓരോ ആണവ റിയാക്ടറും. ഇവിടെയും ഒരു അണുബോംബിലെന്ന പോൽ യുറേനിയം പ്ലൂട്ടോണിയം ആറ്റങ്ങൾ ന്യൂട്രോൺ ഇടിച്ച് വിഘടിക്കപ്പെടുന്നുണ്ട്. ഊഹാതീതമായ ഊർജം ചൂടുണ്ടാക്കുന്നുണ്ട്. ആ ചൂട് വെള്ളത്തെ ആവിയാക്കി ടർബൈനെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അണുബോംബ് വിഘടനത്തെ അതിൻ്റെ വഴിക്ക് വിട്ട് സ്വയം പൊട്ടിത്തെറിക്കുമ്പോൾ അണുനിലയം വിഘടനത്തെ നിയന്ത്രിച്ചു നിർത്തി പൊട്ടിത്തെറി ഒഴിവാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിലയത്തിലായാലും ബോംബിലായാലും ഓരോ വിഘടനവും റേഡിയോ ആക്റ്റീവ് കണികകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആൽഫ ബീറ്റ ഗാമ രശ്മികളെ പ്രസരിപ്പിക്കുന്നുണ്ട്. മരണവും അർബുദവും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനിതക വ്യതിയാനങ്ങളുമൊക്കെയായി ആസന്ന ദുരന്തത്തിന്റെ നിരന്തര ഭീതിയായി അതുകൊണ്ടാണ് ഓരോ നിലയവും മനുഷ്യരാശിയെ പേടിപ്പിക്കുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി മാത്രമാണോ അപകടം? കഴിഞ്ഞ 1991 മുതൽ 2009 വരെ 11 ചെറിയ അപകടങ്ങൾ ഇന്ത്യയിലെ ഓരോ ആണവ നിലയത്തിലും ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 91 മാർച്ചിൽ കൽപ്പാക്കത്ത് ജലച്ചോർച്ചയുണ്ടായി. 91 ഡിസംബറിൽ ബാർക്കിൽ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായി. 92 ജനുവരിയിൽ രാജസ്ഥാനിൽ ചോർച്ചയുണ്ടായി. അങ്ങനെ തുടങ്ങി 2009 നവംബറിൽ കൈകയിൽ ട്രിഷിയേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഒരു മനുഷ്യർ വെള്ളം കുടിക്കുന്ന കൂളറിലേക്ക് പോയി 500 പേർ, ആ സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആയ 500 പേർ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരു ലിസ്റ്റ് കോൾ ഫാക്ടറികളിലോ അല്ലെങ്കിൽ കോൾ മൈനിങ്ങിലോ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലോ എടുത്താൽ ഇതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചു കാണും. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് അതെല്ലാം ഒരുപക്ഷെ കുറേ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയ്ക്കും ഒക്കെ ഹാനി വരുത്തുന്നുണ്ടാവാം. പക്ഷേ ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു അടുത്ത തലമുറയുടെ ഓർമ്മയിൽ മാത്രമേ അത്തരം അപകടങ്ങൾക്ക് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ അവസാനിക്കും. പക്ഷേ അങ്ങനെ അവസാനിച്ചു പോകുന്നതല്ല ഓരോ ആണവ അപകടങ്ങളും. ബോംബ് പൊട്ടുന്നത് പോലെ അല്ല റിയാക്ടർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാമെങ്കിൽ തന്നെയും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു ബോംബ് ഉള്ളതിൻ്റെ ആയിരക്കണക്കിന് മടങ്ങ് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ റിയാക്ടറിനകത്തുണ്ട്. അതുകൊണ്ട് ബോംബിനേക്കാൾ ഭീകരമായിരിക്കും അതിൻ്റെ റേഡിയേഷൻ അപകടം. ചെർണോബിൽ അപകടം കഴിഞ്ഞ 25 വർഷത്തിന് ശേഷവും 10 ലക്ഷം ഹെക്ടറിലേറെ സ്ഥലം ഇപ്പോഴും ആളുകൾക്ക് പ്രവേശനമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത്തരത്തിലുള്ള ഒരു അപകടം പോലും താങ്ങാൻ സാധിക്കില്ല. ജപ്പാനിൽ പോലും അവർക്ക് ഈ സേഫ്റ്റി എക്സ്ക്ലൂഷൻ സോൺ ഒഴിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ക്ലീനിങ് അപ്പിന് വേണ്ടിയാണ് അവർ ആലോചിക്കുന്നത്. അതിൻ്റെ ചിലവ് $250 ബില്യൺ എന്നൊക്കെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഇത് താങ്ങാനേ സാധിക്കില്ല. അതൊരു വിമാനത്തിൽ നമ്മൾ കയറുമ്പോൾ വിമാനം ചിലപ്പോൾ ക്രാഷ് ചെയ്യും, നമ്മൾ ചാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കയറുന്നത്. അതുപോലെ കുടംകുളത്തൊരു എക്സ്പ്ലോഷൻ ഉണ്ടായാൽ അതിൻ്റെ വില കൊടുക്കാൻ രാജ്യം തയ്യാറാണ്. അല്ലാണ്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല എന്ന് മുൻ പ്രസിഡന്റ് എല്ലാവരെയും അഷ്വർ ചെയ്തുകൊണ്ടെന്ന് ഞാൻ ഏറ്റവും എന്ന് പറയുന്നതിൽ കാര്യം. ഈ നിലയം സുരക്ഷിതമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് നേതാക്കൾ ജനങ്ങൾക്ക് നൽകുന്ന എന്നത്തെയും എക്കാലത്തെയും വാഗ്ദാനം. ഇത് സുരക്ഷിതമാണ് എന്ന് പറയുന്നവരോട് കൂടംകുളത്തെ സാധാരണ മനുഷ്യർ ഒരു മറുചോദ്യം ചോദിക്കുന്നു. பாதுகாப்புன்னு சொல்கிற இவங்க எங்களை மாதிரி இங்கே வந்து குடியிருக்கட்டு, எங்களை மாதிரி இப்படி 1/2 கிலோமீட்டருக்குள்ள குடியிருந்துக்கிட்டு அது சரியான பாதுகாப்பாக இருக்குங்கிறத இந்த அரசாங்கம் சொல்லட்டு. சோனியா காந்தி வரட்டும், ஜெயலலிதா அம்மையார் வரட்டு, மன்மோகன் சிங் வரட்டு, நாராயணசாமி கூட இங்கே வரட்டு. அவங்களுக்கு ஏசி ரூம் கட்டி கொடுக்குறோம். நாங்கள் கடலில் உழைச்சி எங்கள் பணத்தில் நாங்கள் ஏசி ரூம் கட்டி கொடுக்குறோம். அதில் வந்து அவங்க இங்கே இருந்துட்டு இது சரியான பாதுகாப்பு அப்படிங்கிறதெல்லாம் மக்களுக்கு சொல்லட்டு. തൊട്ടപ്പുറത്തെ വീടിലോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തുകൂടി ഒരു 11 kV ലൈൻ വലിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതിഷേധവും സമരവും ശക്തമാക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. ഈ കൂടംകുളത്തിന് അനുകൂലമായി വാദിക്കുന്ന ഏതെങ്കിലും നേതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഇത്തരം ഒരു ആണവ നിലയത്തിനകത്ത് ജോലി ചെയ്യാൻ വേണ്ട ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കാനെങ്കിലും തയ്യാറാകുമോ? ഈ ആണവ നിലയത്തിലൊന്നും ജീവനക്കാരില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? പിന്നെ ജപ്പാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ വരുന്ന മാതിരി അതിശക്തമായ സുനാമിക്കൊന്നും ഇന്ത്യയിൽ സാധ്യതയില്ല. അത് നിൽക്കട്ടെ. ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആണവ നിലയങ്ങളിലെ ഡിസൈൻ ഫ്ലോ ആയാലും മറ്റ് അപകടങ്ങളായാലും അതെല്ലാം പഠിച്ചതിന് ശേഷം അതെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ് കൂടംകുളത്ത് ഉപയോഗിക്കുന്നത്. ജോർജ് മെഴ്സിയർ ഇതൊക്കെ
ചെയ്യാൻ ഇന്ത്യയേക്കാൾ കൃത്യമായി നടപ്പാവുന്ന രാജ്യങ്ങളിലാണ് ഇതെല്ലാം ചെയ്തിട്ട് അപകടം ഉണ്ടായത്. അത് തെറ്റ്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയൊന്നും നമ്മൾ ആരുടെ പിന്നിലൊന്നുമല്ല. നമ്മുടെ ടെക്നോളജി, നമ്മുടെ ടെക്നീഷ്യൻസും നമ്മുടെ ഇതൊന്നും ലോകത്തെ മറ്റൊരു രാജ്യത്തെക്കാളും പിന്നിലല്ല. ഒരു ഉദയകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി രംഗത്ത് വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. 2011 മാത്രമാണ്. അതുവരെയുള്ള 20 വർഷക്കാലം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആദ്യം മുതൽ തന്നെ എതിർപ്പുണ്ട്, അവിടെ സമരമുണ്ട്, വെടിവെപ്പുണ്ട്, ആൾ മരിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുകുഷിമയ്ക്ക് ശേഷമാണ് അവർ പറയുന്നത് ബാഹ്യലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു ആണവ നിലയം പൊട്ടിത്തെറിക്കില്ല എന്ന് രാജാറാമണ്ണ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വന്ന് പ്രസംഗിച്ച 1 മാസം കഴിഞ്ഞപ്പോഴാണ് ചെർണോബിൽ പൊട്ടിത്തെറിച്ചത്. ഇങ്ങനെ ഒരു സമരത്തോട്, ഈ സമരം ചെയ്യുന്ന മനുഷ്യരോട് എങ്ങനെയാണ് നമ്മുടെ ഭരണകൂടം പെരുമാറുന്നത് അതും കൂടി കാണാം. കേവലം 5000 മുതിർന്നവരുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സമരത്തിന്റെ നീക്കിബാക്കികൾ ഇങ്ങനെയാണ്. 1.5 ലക്ഷത്തോളം പേർക്കെതിരെ കേസ്, വീട്ടമ്മമാർക്ക് പോലും 35ഉം 45ഉം കേസുകൾ, 7000 പേർ രാജ്യദ്രോഹികൾ, 2 മരണങ്ങൾ. ദിനംപ്രതി എന്നോണം അന്യായമായി പിടിച്ചുകൊണ്ടുപോവുകയും നിയമം ലംഘിച്ച് തടവിൽ പാർപ്പിക്കപ്പെടുകയും തോന്നിയ പോലെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ വിട്ടയക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ. സമരത്തിൽ പങ്കെടുത്തതിന് 1 വർഷമാകുമ്പോഴും വിചാരണയില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീ, റദ്ദാക്കപ്പെടുന്ന ബസ് സർവീസുകൾ, തീവ്രവാദികളുടെ എന്ന പോലെ പരിശോധിക്കപ്പെടുന്ന വാഹനങ്ങൾ, നിരീക്ഷിക്കപ്പെടുന്ന വീടുകൾ, പോലീസിനെ ഭയന്ന് ആശുപത്രിയിൽ പോകാൻ പോലും ഇവർ മടിക്കുകയാണ്. வெளியே போனால் போலீஸ் பிடிச்சிடுவாங்களாம். என் பேரை பேராக வச்சுருக்காங்க. எனக்கு ஒரே கண்ணெல்லாம் எரிச்சலாக இருக்குது. அந்த புகை குண்டு பட்ட நாளிலேருந்து கண்ணு வலி தாங்க முடியல. மருந்து வாங்க போக பயந்து போய் ஊரோட இருக்கோம். எங்கள் ஊருக்குள்ளே வர வண்டி அவ்வளோத்தையும் அவங்களே நிப்பாட்டிட்டாங்க. ഉറ്റബന്ധു മരിച്ചതറിഞ്ഞ് ഇഴിന്തകരയിൽ വന്നയാളുടെ അനുഭവം ഇങ്ങനെ. They made so many things over there which is unbearable, so cannot be explained. I'm so sorry to say that. I just changed my ticket tomorrow, so I'm leaving tomorrow. I'm supposed to go on day after tomorrow. So. ഇങ്ങനെയാണോ ഒരു ജനകീയ സമരത്തെ നേരിടേണ്ടത്? അതും ഒരിക്കൽ പോലും അവർ ഒരു ബലപ്രയോഗത്തിനും മുതിർന്നിട്ടില്ലെന്നിരിക്കെ മറുപടി പറയേണ്ടത് ഭരണകൂടമാണ്. താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഭീമമായ കോടിക്കണക്കിന് രൂപ പുറത്തുനിന്ന് ഈ സമരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം, നിയമം ലംഘിച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. പക്ഷേ സാധാരണക്കാരായ സമരം ചെയ്യുന്ന മനുഷ്യരോട്, ഒരു ഗ്രാമത്തോട് ഇങ്ങനെയാണോ നമ്മൾ പെരുമാറേണ്ടത്? ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം പോലീസ് അവിടെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. അത് സമാധാനപരമായി നടത്തുന്ന സമരത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് നേരിടേണ്ടത്. 10-100 കിലോമീറ്റർ അകലെ നിന്നും ലോറികളിലും ബസ്സുകളിലും ആളുകളെ കൊണ്ടുവന്നാണ് സമരം ചെയ്യിപ്പിക്കുന്നത്. ശ്രീ ജോർജ് മെഴ്സിയർ, ഞങ്ങളവിടെ പോയതാണ്, ഞാൻ നേരിട്ട് പോയതാണ്. പുറത്തുനിന്ന് വരുന്ന ഒരു വാഹനം പോലും പരിശോധിക്കാതെ ഇടിന്തകരയിലേക്ക് കടത്തുന്നില്ല. ഈ ബസ്സുകളിൽ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ് ബസ് സർവീസ് തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു ജനകീയ സമരം തെറ്റായാലും ശരിയായാലും അതിനെ അങ്ങനെ അടിച്ചമർത്തുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല.